പിന്നെ ഈ റോഡ് പണിന്റെ എഞ്ചിനീയർമാർ അറിയാൻ വേണ്ടിയിട്ട് പാലം ഉണ്ടാക്കേണ്ടടുത്ത് പാലം തന്നെ ഉണ്ടാക്കണം. അല്ലാതെ അവിടെ പാടത്ത് ചേറിൽ കൊണ്ടേക്കാണ്ട് മണ്ണ് കൊണ്ടുവന്ന് അട്ടിക്കിട്ടിട്ട് അടിയിലെ മണ്ണ് അങ്ങോട്ട് ഒലിച്ചു പോകും. ഒരു കാരണം കേരളത്തിന്റെ കാലാവസ്ഥയാണ്, മറ്റൊരു കാരണം കേരളത്തിന്റെ ഈ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനമാണ്. നമസ്കാരമുണ്ട്. ചതിച്ച ആശാനെ, മഴ ചതിച്ചു. ഇത്ര വലിയൊരു കൊടും ചതി മഴ ചതിക്കൂന്ന് വിചാരിച്ചില്ല. ഈ മൺസൂൺ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഇപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മരുമോൻ അങ്ങോട്ട് കരയുക. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മുഹമ്മദ് റിയാസേ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേയിലൊക്കെ ഞാനായത് പണിതത് ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമാണ് ഈ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് 2026 നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ഇനിയിപ്പോൾ അതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇനിയിപ്പോൾ പഴയ പോലെ കിറ്റൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കിറ്റ് കൊടുത്താൽ തന്നെ ഇപ്പോൾ നേട്ടമായിട്ട് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ കാണിക്കണമല്ലോ. ഇപ്പോൾ വിഴിഞ്ഞം അങ്ങനെ ആയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി വന്നു, അത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് അതങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പം അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേയിലെ എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ മരുമോൻ്റെ ഫ്ലക്സ്, എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ശ്രീനിവാസിൻ്റെ വിഖ്യാതമായ ഡയലോഗ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഫ്ലക്സ് വെച്ചല്ലോ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഈ നാഷണൽ ഹൈവേയിൽ പറ്റാണെങ്കിൽ വെച്ചേനെ. പക്ഷേ കേരളത്തിൽ എന്തായാലും ഈ ഫ്ലക്സ് വെച്ചു. ഈ ഫ്ലക്സ് വെച്ചതിൻ്റെ സൂക്ഷം പിറ്റേ ദിവസം, അതായത് നമ്മുടെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പ്, അതായത് ഇനി കഷ്ടി ഒരു 10 മാസം കൂടി ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാനുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഊർദ്ധം ഭരിച്ച് നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ഞങ്ങൾ കൂടുതൽ വികസനം കൊടുത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ മലപ്പുറത്ത് കൂരിയാട് ഇല്ലേ, മലപ്പുറം ജില്ലയിലെ കൂരിയാട് ജില്ലയിൽ നാഷണൽ ഹൈവേ അവിടെ ഒരു 50 മീറ്റർ പൊക്കത്തിലാണ് പണിത് ഉയർത്തിയിരുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്താ സംഭവം? ഈ ഭൂമിയുടെയും കാലാവസ്ഥയുടെയും ഒന്നും പ്രത്യേകത മനസ്സിലാക്കാണ്ട് ഉൾക്കൊള്ളാണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാതെ അവരായിട്ട് കൃത്യമായിട്ട് കോർഡിനേഷൻ ഇല്ലാതെ ഹൈവേ അങ്ങോട്ട് പണിത് ഉയർത്തി. അപ്പം അതാ കണ്ടോ, ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം സൂക്ഷം ഈ ഹൈവേയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങോട്ട് വീണു. 50 മീറ്റർ ഉയരത്തിൽ കെട്ടിയ ഈ ഹൈവേയുടെ ഈ സർവീസ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്കാണ് അവിടെ വലിയ പരിക്കേറ്റേക്കുന്നത്. ആരുടെ ഭാഗ്യം കൊണ്ട് ആരും മരിച്ചിട്ടില്ല. ഇത്ര അശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ ഒരു ഹൈവേ കെട്ടി ഉയർത്തേണ്ട ഉദ്ദേശം എന്താ? എങ്ങനെയെങ്കിലും തട്ടി മുട്ടിയൊക്കെ ഇത് ഈ 26 മുമ്പ്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഞങ്ങളുടെ നേട്ടമായിട്ട് ക്രെഡിറ്റിൽ ഉൾക്കൊള്ളിച്ച് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും വോട്ട് തട്ടാലോ. കിറ്റ് കൊടുത്താലും കിറ്റ് കൊടുത്തില്ലെങ്കിലും ഇതേ നീർന്ന് ഇതേ നമ്മുടെ ഹൈവേ കിടക്കണു. ഇതുപോലെ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനും തങ്ങളുടെ ആ ഒരു മേനി നടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനം ദാ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ കിടക്കണു. വീട് നെല്ല കിടക്കുന്നു ധരണിയിൽ ശോണിത് പണിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാരുടെ ആ പാട്ട് പോലെ കവിത പോലെ ഇപ്പൊ അതാകെ നിർമൂല നാശമായിരിക്കണം. ഇത്രത്തോളം കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ആരാ പറയണേ? നമ്മുടെ ഓപ്പോസിഷൻ ലീഡറായ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ പറയണു. അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ പിണറായി വിജയൻ 2ാമതും ഭരണത്തിൽ വന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം CPM സർക്കാർ 2ാമത് അധികാരത്തിൽ വന്നു. ആ 2ാം സർക്കാർ 4ാം വർഷം ആഘോഷിക്കണു. വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കണു. എങ്ങനെയാ? ഖജനാവിൽ 5 ഇൻ്റെ കാശില്ല. പൂച്ച വെട്ടിയെടുക്കണു. ഒരു പൂച്ചയല്ല, 10-16 പൂച്ച ഒരുമിച്ച് വെട്ടിയെടുക്കണു. നയാ പൈസ എടുത്ത് നെറ്റിയിൽ പോറാൻ കയ്യിലില്ല, ഖജനാവിലില്ല. എങ്കിലും ഒരു 100 കോടി രൂപയെങ്കിലും കടം മേടിച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടാത്തവിടുന്നൊക്കെ നുള്ളിപ്പറിക്കൊക്കെ എടുത്ത് ഈ 4ാമത് വാർഷികം ആഘോഷിക്കുന്നു പിണറായി വിജയൻ. ആശാവർക്കന്മാർ സെക്രട്ടേറിയറ്റ് നടയിൽ തങ്ങളുടെ 233 രൂപ എന്നുള്ള ഓണറേറിയം 5 രൂപയെങ്കിലും കൂട്ടിത്തരണം. ഇല്ല വേണ്ട, ഇന്ത്യയിലെ ശരാശരി കൂലിയായിട്ടുള്ള 750 രൂപയെങ്കിലും ഞങ്ങൾക്ക് ആക്കി തരണം. ഞങ്ങൾ 10-20 മണിക്കൂറാണ് ഒരു ദിവസം പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞ് കഞ്ഞിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട ആശാവർക്കന്മാർ സമരം തുടങ്ങിയിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ 100 ദിവസം പിന്നിടുന്നു. അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ആശാവർക്കർമാരുടെ സമരം 100 ദിവസം പിന്നിടുന്നത്. അവഗണനയുടെ 100 ദിവസം എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കാം. ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേവലം 5-10 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധർ പറയുന്നത്. ആ 10 പൈസ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അങ്ങനെ ഒരു വാശി തന്നെ മുഖ്യമന്ത്രിയും. എന്നാ പറയുന്നത് എന്താണ്? കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ മികച്ചു നിൽക്കണു. ഈ ആരോഗ്യരംഗം ഇത്രത്തോളം മികച്ചു നിൽക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് രാവും പകലും മഴയില്ല വെയിലില്ലാണ്ട് ഇറങ്ങി തിരിച്ച് പണിയെടുത്ത പാവപ്പെട്ട ആശാവർക്കർമാർക്ക് 10 പൈസ കൊടുക്കില്ല. 100 കോടി മുടക്കിയതാ വാർഷികാഘോഷം പൊടിച്ച് പളപ്പനായിട്ട് നടത്തിയിരിക്കുന്നു. ഇവിടെയാണ് വി.ഡി. സതീശൻ ഇപ്പൊ ചോദിക്കുന്നത്, ഇവർക്ക് ആർക്കും 5 പൈസ കൊടുക്കണില്ല. എന്നിട്ട് കെട്ടി ഉയർത്തിയ മേനി നടിക്കാൻ വേണ്ടി കെട്ടി ഉയർത്തിയ കേന്ദ്ര സർക്കാർ പറയുന്നു അവരുടേതാണെന്ന് പറയുന്നു നാഷണൽ ഹൈവേ, ഇവർ പറയുന്നു ഇവരുടേതാണെന്ന് പറയുന്നു.
എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് കൃത്യമായി ഒരു കോർഡിനേഷൻ ഇല്ലാതെ കൂടിയാലോചിക്കാതെ കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒന്നും പരിഗണിക്കാതെ വളരെ അശാസ്ത്രീയമായി കെട്ടി ഉയർത്തിയതാ നാഷണൽ ഹൈവേ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു. 50 മീറ്റർ ഉയരത്തിൽ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാതെ, മൺസൂൺ ഇത്രയധികം പെയ്യുന്ന ഈ കേരളത്തിന്റെ ഭൂമിയുടെ ഉറപ്പ് നോക്കാതെ, ചെളിയുടെ മുകളിൽ മണ്ണിട്ട് കൂന കൂട്ടി കുന്നുപോലെ 50 മീറ്റർ ഉയരത്തിൽ പണിതുയർത്തിയ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുന്നു പറയുമ്പോൾ ഇപ്പൊ ഫ്ലെക്സ് വെച്ച ആളുകളൊക്കെ എവിടെ പോയി? ആരെയും കാണാനില്ല. ഞങ്ങളുടെ നേട്ടമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനൊക്കെ വലിയ വലിപ്പത്തിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന മട്ടിൽ ഫ്ലെക്സ് അടിച്ചു വെച്ച ആളുകളെ ആരും ഇപ്പൊ എണ്ണ ഇട്ട് നോക്കിയിട്ട് കാണില്ല, മഷി ഇട്ട് നോക്കിയിട്ട് കാണില്ല എന്ന് പറയണേ. ഇപ്പൊ മുഖ്യമന്ത്രി അവിടെ പോയി, മുഖ്യമന്ത്രിയുടെ മരുമോനെ അവിടെ പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാഴൂർ പഠിക്കൽ ഒരു ജോത്സ്യം വെച്ച് നോക്കണം, കബഡി നിർത്തി നോക്കാൻ വേണ്ടി CPM കാരൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. എവിടെയെന്ന് അറിയില്ല, ഒളിച്ചിരിക്കാത്രേ. വലിയ നാണക്കേടായി. അതിന് മുഹമ്മദ് റിയാസ് പറഞ്ഞെന്താ, ഈ കാലാവസ്ഥ ചതിച്ചു, മഴ ചതിച്ചു ആശാനെ എന്ന് പറയണേ. എന്തായാലും ഇത്രത്തോളം കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വിസ്തരിച്ച് ഇതിനെക്കുറിച്ചൊരു സംസാരം നടത്തുകയുണ്ടായി. ഈ മുഖ്യമന്ത്രിയും ഈ മുഖ്യമന്ത്രിയുടെ മരുമോനും കൂടി കേരളം കട്ടുമുടിക്കുന്നു, വികസന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. ഇതിപ്പോ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഇത് തന്നെ UPA സർക്കാരിന്റെ നേട്ടത്തിൽ വന്നതാണ്, UPA സർക്കാരാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് ഇപ്പൊ VD സതീശൻ പറയണേ. എന്തായാലും VD സതീശൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കേട്ടോളൂ. ഇന്ന് സർക്കാരിന്റെ 4ാം വാർഷികമാണ്. UDF കരിദിനമായി ആചരിക്കുകയാണ്. 4ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നതാണ്. 4ാം വാർഷികത്തിന്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഇടിഞ്ഞു വീണു. 50 മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേ ആണ് തകർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം 5 പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ്. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അത് ഹൈവേ വന്നത്. ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് 23,000 രൂപ കൊടുത്തിരുന്ന ഭൂമി 10 ലക്ഷം രൂപ കൊടുത്തിപ്പോ മേടിക്കാൻ പറ്റുന്നത്. ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 10 കൊല്ലം മുമ്പേ UPA ഗവൺമെന്റ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ്. അപ്പൊ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയാണ്, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈവേ എടുത്ത് കാണിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഹൈവേ ആണ് ഇന്നലെ തകർന്നത്. ആരാണ് ഉത്തരവാദി? വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട്. വ്യാപകമായ ഒരുപാട് സ്ഥലങ്ങളിൽ, നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ്. അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും. ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. നിങ്ങൾ ഈ മഴ പെയ്യാൻ പോവാണ്, മൺസൂൺ ആരംഭിക്കാൻ പോവാണ്. മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ്. കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണിതിരിക്കുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പൈപ്പ് ലൈൻ, കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്തും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും തോടുകൾ മൂടിയിരിക്കുകയാണ്. വളരെ അശാസ്ത്രീയമായി പണിതെന്നൊന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരമില്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടില്ല. ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോയി. സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. ഇലക്ഷന് മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ പണിതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വ്യാപകമായി ജനങ്ങൾ എല്ലാ സ്ഥലത്തും അടിപ്പാതകൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല. കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന അതൊന്നും ശ്രദ്ധിക്കേണ്ടെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതെങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഹൈവേ പണിയുന്നത് പോലെ കേരളത്തിൽ ഹൈവേ പണിയാൻ പറ്റും? അത് ശരി.